ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് അപ്പുവേട്ടൻ്റെ മാമൻ്റെ മോൻ്റെയും മോളെയും കല്യാണത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ കല്യാണത്തിൻ്റെ വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ഉണ്ണിയേട്ടൻ്റെ കല്യാണ വീഡിയോ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി വന്നു, ദക്ഷിണയൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോവാട്ടോ. പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അതേ ചെക്കൻ്റെ കാറൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ഫുള്ള് മഴയായിരുന്നു. ഞാനും വാവയും അമ്മയും യെല്ലോ കളറാട്ടോ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ വാവുള്ളതുകൊണ്ട് കാറിൽ കയറി. പിന്നെ ഉണ്ണിയേട്ടൻ്റെ കാറ്, ചെക്കനൊരു കാറ്, പിന്നുള്ളത് ബസ്സാട്ടോ, ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ ആയിട്ട് ഞങ്ങൾ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പോവാട്ടോ കല്യാണ വീട്ടിലേക്ക്. ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണമൊക്കെ ഭയങ്കര ഒരു ചെക്കപ്പൊക്കെ കല്യാണമായിരുന്നു. പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ എത്തിയപ്പോഴും നല്ല മഴ തന്നെ. ചെക്കനെത്തി, പക്ഷേ ബസ് വരാൻ കുറച്ച് ലേറ്റായി. അപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം മുഹൂർത്തത്തിന് ടൈമായപ്പോൾ വേഗം നടന്നു കേട്ടോ, കാറിൽ വന്ന ആൾക്കാരൊക്കെ. അങ്ങനെ ചേച്ചി വന്നു. അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. പിന്നെ നല്ല മഴയും. അങ്ങനെ മുഹൂർത്തത്തിന് സമയമായി. ചേച്ചി ഇറങ്ങി സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ. വാവ നല്ല വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയാണെങ്കിലും ഉള്ളിൽ നല്ല ചൂടായിരുന്നു. അങ്ങനെ അവൾക്ക് പുറത്തെത്തിയപാട് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ബോട്ടിൽ വെള്ളമൊക്കെ കൊടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് വേഗം തന്നെ ഇറങ്ങിയിട്ടോ. നല്ല മഴയായത് കാരണം കുഞ്ഞിനായിട്ട് കുറേ നേരം നിൽക്കാനായില്ലായിരുന്നില്ല. അവൾ ഉറങ്ങുകയും ചെയ്തു അപ്പം തന്നെ. പിന്നെ മാമനും മാമിയും ചേച്ചീനെ വെൽക്കം ചെയ്യാൻ എന്തായാലും വീട്ടിലെ ആൾ വേണമല്ലോ. അപ്പോൾ മാമൻ്റെയും കൂടെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അങ്ങനെ വീട്ടിലെത്തി അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ചേച്ചീനെ വെൽക്കം ചെയ്യാനുള്ള താലവും പറയും വിളക്കും എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ വന്ന് മധുരം കൊടുത്തു. അത് കഴിഞ്ഞേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് എല്ലാവരെയും കസിൻസിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഈ സാരി കേട്ടോ എടുത്തത്, ബ്ലൂ ഗ്രീനും. അങ്ങനെ അവിടെ അടിപൊളിയായിട്ട് കളിക്കുക. അവൾക്ക് കുറച്ച് ചേച്ചിമാരെ കിട്ടി കളിക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെയാണ് കേട്ടോ സ്നേഹിച്ചിൻ്റെ വീട്ടിൽ നിന്ന് വിരുന്ന് വരുന്നത്. അങ്ങനെ അവർ വരുന്ന സമയമായപ്പം അവർ
ഉണ്ണിയേട്ടനും സ്നേഹിച്ച് അവരെ വെൽക്കം ചെയ്യാം കേട്ടോ. അങ്ങനെ അവർ വന്നു. അവർ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. മഴയായത് കാരണം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നത്. അവളിവിടെ ഉഷാറായിട്ടുണ്ട്. പിന്നെ അപ്പുവേട്ടൻ്റെ മൂത്തമ്മൻ്റെ മോൻ മാൽദീവ്സ് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിലോട്ട്. ലാലുവേട്ടനെ കണ്ടപ്പോൾ തന്നെ ഞാമി നല്ല കമ്പനി ആയിട്ടോ. ചോദിക്കുക എങ്ങനെയാ വന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. വിരുന്ന് വന്നവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് പിന്നെ നാളെ ഉണ്ണിയേട്ടൻ്റെയും സ്നേഹൻ്റെയും റിസപ്ഷനും അതേപോലെ ആതിരേൻ്റെ പാർട്ടി ആട്ടോ കല്യാണ തലേന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് മെഹന്തി ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെയാണെങ്കിൽ നാളത്തെ റിസപ്ഷൻ്റെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റുകാർ വന്നിട്ടുണ്ട് കേട്ടോ. വ്യാഴാഴ്ചത്തെ റിസപ്ഷൻ്റെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളിയാഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ആതിരേൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അവർ കസിൻസ് എല്ലാവരും കൂടി ചേർന്ന് ചേട്ടനെ വെൽക്കം ചെയ്യാൻ പോയി. ചേട്ടനെ വെൽക്കം ചെയ്ത് കൊണ്ടുവരാം കേട്ടോ സ്റ്റേജിലോട്ട്. എൻ്റെ മുന്നിലെത്താൻ വന്നിരിക്കുന്നു. അതിനെ നല്ലോണം ശരിക്ക് അത് നൂല് ചവിട്ടിയിട്ടുണ്ട്. നൂല് ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നാമിമോളാണെങ്കിൽ അമ്മച്ചൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിട്ടോ. അങ്ങനെ അവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങളും പോയി ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കേട്ടോ പോയത്. സദ്യ ആയിരുന്നു കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ചെക്കനും പെണ്ണും പോയിട്ടോ. തിരൂരാണ് അവളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ തിരൂരേക്ക് വിരുന്ന് വേറെ ദിവസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊയിലാണ്ടിന്ന് മാമിമാരോടും മാമന്മാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ വീട്ടിലോട്ട് വരാം കേട്ടോ, കോഴിക്കോടേക്ക്. ഇതേ ഞങ്ങൾ കാറിലാണ് വരുന്നത്. നാമി മോളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ലീന അമ്മ ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ചാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും ചെയ്യണേ.